അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ച കല്ലാണ് ഹജറുൽ അസ്വദ്. പ്രവാചകൻ ഈ കല്ല് കഅബയുടെ ചുമരിൽ സ്ഥാപിച്ചു. ഉംറ നിർവഹിക്കുന്ന കഅബയെ ത്വവാഫ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്ന ഏതൊരു മുസ്ലിമും ഹജറുൽ അസ്വദിനെ ചുംബിക്കണമെന്ന് അന്ത്യനാൾ വരെ നിർബന്ധമാക്കിയിരിക്കുന്നു. ഇത് ചെയ്യാതെ ഉംറയോ ത്വവാഫോ പൂർണ്ണമാവുകയില്ല. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള മുസ്ലിങ്ങൾ കഅബയുടെ മുറ്റത്ത് ത്വവാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദിന്റെ അടുത്തെത്താനും അത് നേരിൽ കാണാനും ചുംബിക്കാനും വളരെയധികം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു സ്ത്രീ ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ ശ്രമിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നും ഒരു സൗദി രാജകുമാരൻ ഭയന്ന് പിന്മാറിയത് എന്തിനായിരുന്നു എന്നും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നു. തുടർന്ന് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്തു ചെയ്തു എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനാൽ വീഡിയോയുടെ അവസാനം വരെ ഞങ്ങളോടൊപ്പം നിൽക്കുക. പ്രിയ സുഹൃത്തുക്കളെ, അല്ലാഹു സ്വർഗത്തിൽ നിന്ന് 2 കല്ലുകളാണ് ഈ ഭൂമിയിൽ ഇറക്കിയിട്ടുള്ളത്. ഒന്ന് ഹജറുൽ അസ്വദ്, മറ്റൊന്ന് മഖാമു ഇബ്രാഹിമിൽ സ്ഥിതി ചെയ്യുന്ന കല്ല്. കഅബയുടെ ചുമരുകൾ നിർമ്മിക്കാൻ ഇബ്രാഹിം നബി നിന്ന കല്ലാണത്. അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ അതിൽ പതിഞ്ഞുപോയി. മഖാമു ഇബ്രാഹിം എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് ഈ കല്ല് ഇപ്പോഴുമുണ്ട്. മുൻപ് ഈ കല്ല് പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനു ചുറ്റും ഒരു സംരക്ഷണ കവചം നിർമ്മിച്ചതിനാൽ കല്ല് ദൃശ്യമല്ല. എന്നിരുന്നാലും ആ സ്ഥലം മഖാമു ഇബ്രാഹിമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊന്നാണ് ഹജറുൽ അസ്വദ്. അത് കഅബയുടെ ചുമരിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിനെ സ്പർശിക്കുന്നതും ചുംബിക്കുന്നതും അതിനടുത്തേക്ക് ചെല്ലുന്നതും ഓരോ മുസ്ലിമിനും വലിയൊരു ബഹുമതിയാണ്. ഉംറയുടെ സമയത്തും പ്രത്യേകിച്ച് റമളാനിലും ഹജ്ജിന്റെ സമയത്തും ആയിരങ്ങളല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് കഅബയുടെ മുറ്റത്ത് തവാഫ് ചെയ്യുന്നത്. അവരെല്ലാം ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ പ്രയാസമേറിയ ഒരു സാഹചര്യമുണ്ടാക്കുന്നു. തിക്കും തിരക്കും കാരണം അപകടങ്ങൾ സംഭവിക്കാനും ആളപായമുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഹജറുൽ അസ്വദ് ചുംബിക്കുകയും തവാഫ് പൂർത്തിയാക്കുകയും ചെയ്യുക എന്ന ചോദ്യമുയരുന്നു. ഏറ്റവും നല്ല രീതി ഹജറുൽ അസ്വദിന്റെ അടുത്ത് ചെന്ന് 2 കൈകളും അതിൽ വെച്ച് ചുണ്ടുകൾ കൊണ്ട് ചുംബിക്കുക എന്നതാണ്. ആ ഭാഗ്യം ലഭിച്ചവർ പറയുന്ന ചുംബിക്കാൻ വരുന്നവരെ ആ കല്ല് അതിലേക്ക് ആകർഷിക്കുമെന്നാണ്. എന്നാൽ ജീവൻ അപകടത്തിലാക്കാതെ ഹജറുൽ അസ്വദിനെ ചുംബിക്കാനുള്ള മറ്റ് വഴികളെക്കുറിച്ചും ഞങ്ങൾ നിങ്ങളോട് പറയാം. എന്ന വളരെ പ്രായമായ ഒരു അറബ് സ്ത്രീയുടെ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ആ സമയത്ത് ഒരു സൗദി രാജകുമാരനും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അവിടെയുണ്ടായിരുന്നതിനാൽ വലിയ ആൾക്കൂട്ടമായിരുന്നു. ആ തിരക്കിലേക്ക് കയറിയാൽ തനിക്ക് പരിക്കേൽക്കുമെന്നോ വീണുപോകുമെന്നോ ഭയന്ന ആ സ്ത്രീ പണ്ഡിതന്മാർ നിർദ്ദേശിച്ച രീതി പിന്തുടരാൻ തീരുമാനിച്ചു. അതായത് കൈകൊണ്ട് ഹജറുൽ അസ്വദിനെ ചൂണ്ടിച്ചുംബിക്കുക. വലിയ ആൾക്കൂട്ടമുള്ളപ്പോൾ പ്രവാചകൻ പോലും ഈ രീതി അംഗീകരിച്ചിട്ടുണ്ട്. സൗദി രാജകുമാരൻ ഹജറുൽ അസ്വദിന്റെ അടുത്തായിരുന്നപ്പോൾ ആ സ്ത്രീ കല്ലിന് നേരെ കൈയുയർത്തി. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു ഊന്നുവടിയും ഉണ്ടായിരുന്നു. ഇത് കണ്ട ആളുകൾ അവർ രാജകുമാരനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചു. ഉടൻ തന്നെ രാജകുമാരന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വടിയുയർത്തിയ സ്ത്രീയെ പിടികൂടി അറസ്റ്റ് ചെയ്യുകയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ തനിക്ക് ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ മാത്രമായിരുന്നു ആഗ്രഹമെന്നും ആരെയും ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചല്ല ഊന്നുവടി ഉയർത്തിയതെന്നും ആ സ്ത്രീ വിശദീകരിച്ചു. പ്രവാചകന്റെ രീതി പിന്തുടർന്ന് ദൂരെ നിന്ന് കല്ലിനെ ചുംബിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ. പ്രിയ സുഹൃത്തുക്കളെ, ഇതൊരു ഉദാഹരണം മാത്രമാണ്. നിങ്ങൾക്ക് കൈകൊണ്ട് ചൂണ്ടി ഹജറുൽ അസ്വദിനെ ചുംബിക്കാമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ചരിത്രത്തിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും സ്വഹാബികളും പ്രവാചകനും കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ കല്ലിനടുത്തേക്ക് പോകാതെ അതിനെ ചൂണ്ടി ആംഗ്യം കാണിച്ചതായി ധാരാളം പരാമർശങ്ങളുണ്ട്. പണ്ഡിതന്മാരും ഉപദേശിക്കുന്ന ഹജറുൽ അസ്വദിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വലത് കൈ ഉയർത്തി അതിലേക്ക് ചൂണ്ടിയാൽ മതി, അത് ചുംബിച്ചതായി കണക്കാക്കപ്പെടുമെന്നാണ്. സുഹൃത്തുക്കളെ, ഈ സ്വർഗീയ കല്ല് അന്ത്യനാളിൽ അതിനെ ചുംബിച്ചവർക്ക് സാക്ഷിയായി നിലകൊള്ളും. അതിനെ ചുംബിച്ചയാൾക്ക് പുറത്തു കൊടുക്കണമെന്ന് അല്ലാഹുവിനോടത് ശുപാർശ ചെയ്യും. ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്ന ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോൾ അതിന്റെ നിറം വെളുപ്പായിരുന്നു എന്നാണ്. എന്നാൽ ആദം സന്തതികളുടെ പാപങ്ങൾ വലിച്ചെടുത്ത് അത് കറുത്തതായി മാറി. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ പാപങ്ങൾ ഈ കല്ല് വലിച്ചെടുത്തിട്ടുണ്ട്. അന്ത്യനാളിൽ അല്ലാഹു അതിന് കണ്ണുകളും കാതുകളും നാവും നൽകും. അപ്പോൾ അത് അതിനെ ചുംബിച്ചവർക്ക് വേണ്ടി സാക്ഷ്യം പറയും. ഹജറുൽ അസ്വദ് ചുംബിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ തീർച്ചയായും അനുഗ്രഹീതരാണ്. പ്രത്യേകിച്ചും മറ്റാരും ചുറ്റുമില്ലാത്തപ്പോൾ ആ അവസരം ലഭിക്കുന്നത്.
ഇക്കാരണത്താൽ പലരും തിരക്ക് കുറവുള്ള രാത്രി വൈകിയുള്ള സമയങ്ങളിൽ ത്വാഫ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നു. അവർ സമാധാനപരമായി ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തി അതിനെ ചുംബിക്കുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപിനാസ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തുനിന്ന് ഹജറുൽ അസ്വദിന്റെ ഒരു ഉപഗ്രഹ ചിത്രം പുറത്തുവിട്ടിരുന്നു. ആ ചിത്രം വെളിപ്പെടുത്തിയ ഹജറുൽ അസ്വദ് ഒരു കല്ലായി കാണപ്പെടുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ പല പാളികളുണ്ടെന്നും അതിൽ സ്രഷ്ടാവിനും പ്രവാചകനും മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നുമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജറുൽ അസ്വദ് ചുംബിക്കാൻ നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.